സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസൻ്റെ വീട്ടിൽ ആകെ കല്യാണ തിരക്കെന്ന് തന്നെ പറയാം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഡേറ്റ് ഉറപ്പിച്ചതിന് ശേഷം ഒരച്ഛനമ്മമാർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ശ്രീനിവാസൻ്റെ മുഖത്ത് കാണാനാകുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ധനലക്ഷ്മി സ്വർണ്ണാഭരണങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അമ്മായിമാർ വസ്ത്രം മേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, ഇനിയും കുറച്ച് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മിയുടെ വാക്ക് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ധനലക്ഷ്മി മുമ്പ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് കൺമണിയുടെ ചേട്ടനും പറയുന്നുണ്ട്. മോനെ, അനുഭവ പാഠങ്ങളല്ലേ ഓരോരുത്തരെയും മനസ്സ് മാറ്റിക്കുന്നത്. ഇപ്പം മനസ്സറിഞ്ഞ് മാറി വന്നിരിക്കുവാണ് ധനലക്ഷ്മി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, എങ്കിലും പൂർണ്ണമായി അങ്ങനെ വിശ്വസിക്കേണ്ടെന്ന് ചേട്ടനും പറയുന്നുണ്ട്. ഒരുപാട് താനും കൺമണിയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെല്ലാമുള്ളൊരു പ്രായശ്ചിത്തമായി അവളുടെ വിവാഹം മംഗളമായിട്ട് നടത്താനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും താൻ തന്നെ ചെയ്തോളാമെന്നും എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് കൺമണിക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നു. തൻ്റെ കല്യാണത്തിൻ്റെ പേര് അച്ഛനും ചേട്ടനും ഒക്കെ ഇത്രയും വിഷമിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു. സാഗർ കുടുംബം പറഞ്ഞത് അധികം ആഡംബരമായിട്ടൊന്നും കല്യാണം നടത്തണ്ട, ലളിതമായിട്ട് നടത്താനാ. അതുകൊണ്ട് എൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അച്ഛനും ചേട്ടനും ഒന്നും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഉള്ളതുപോലെ നടത്തിയാൽ മതി എന്ന് പറയുമ്പം അങ്ങനെയൊക്കെ അവർ പറഞ്ഞെങ്കിലും അത് അവരുടെ മര്യാദ. പക്ഷെ ഞങ്ങൾക്കൊരു തൃപ്തിയുണ്ടല്ലോ. അത് മോളെ ബോധിപ്പിക്കാനോ കൃഷിനെ ബോധിപ്പിക്കാനോ ഒന്നുമല്ല, മോളെ ഒരു രാജകുമാരിയായിട്ട് പറഞ്ഞു വിടണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ ഈ രാജകുമാരിക്ക് ഓഫീസിൽ പോകാൻ സമയമായി എങ്കിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അതേസമയം സാഗറാണെങ്കിൽ ഓഫീസിൽ നിന്ന് ദേവ്ജി ഒരു അത്യാവശ്യ കാര്യം പറയാനെന്ന് പറഞ്ഞ് പുറത്ത് റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ടു വന്ന് കാര്യം പറയാൻ സസ്പെൻസ് ഇടുന്ന സമയത്ത് എൻ്റെ പ്രായം അധികരിച്ചെന്നും ഇങ്ങനെ സസ്പെൻസൊക്കെ ഇട്ട് തന്ന് എൻ്റെ മനസ്സിനത് താങ്ങാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹകാര്യത്തെക്കുറിച്ചുള്ള ടെൻഷനാണോയെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ്. നമുക്ക് ആ വ്യക്തിയെ വിളിക്കണ്ടേ? ഇങ്ങനെ വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ വരുമ്പോൾ ആദ്യം പറയേണ്ടത് അവരോടല്ലേ? ഇത്രയും വർഷമായി ഞാൻ സുചിത്രയോട് പോലും പറയാത്ത കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും സാഗറിൻ്റെ മനസ്സിൽ വർഷങ്ങളായി ഒളിപ്പിക്കുന്ന ഒരു രഹസ്യമുണ്ട്. അത് നമ്മുടെ ദേവ്ജിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ആ രഹസ്യം പരസ്യമായി കഴിഞ്ഞാൽ സാഗർ കുടുംബത്തിന് തന്നെ അതൊരു ദോഷമാകുമെന്നും പല പ്രശ്നങ്ങളിൽ ഒത്തുചേർന്ന തൻ്റെ കുടുംബത്തിന് ഈ ഒരു പ്രശ്നം താങ്ങാനാകില്ല എന്നൊക്കെ ദേവ്ജി ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും എനിക്ക് ഈ മംഗളകാര്യം അവരോട് പറയാതിരുന്ന ഒരു സമാധാനം കിട്ടില്ലെന്ന് പറയുമ്പോൾ ദേവ്ജി ഒടുക്ക ഒരു സൊല്യൂഷൻ പറയുന്നു. ഞാൻ വരുന്നില്ല, താൻ മാത്രം പോയി കാര്യം അവരോട് പറ. നാളെ ഒരു സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് അവർ വിചാരിക്കേണ്ട. പിന്നെ പറഞ്ഞാലും വരുമെന്ന് തോന്നില്ല. പലപ്പോഴും ഞാൻ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ടെന്നും ഇപ്പോൾ ഇത്തിരി മോശമായി കിടക്കുവാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവ്ജി. അതും പ്രകാരം സാഗറാണെങ്കിൽ ഒരല്പം സമാധാനപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവ്ജിയെ കാണാനായിട്ട് കൃഷി ആണെങ്കിൽ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അച്ഛൻ എന്തി? അച്ഛൻ ഇതുവരെ ഓഫീസിലേക്ക് വന്നില്ലേ? വന്നല്ലോ, വന്നെങ്കിലും അധികം താമസിക്കാതെ കമ്പനിയിൽ നിന്ന് പോയി. അതെന്താ പോകാൻ കാര്യം? ജയമോഹൻ അങ്കിൾ ഇന്നും വന്നിരുന്നോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ വന്നിരുന്നു എന്നും ജയമോഹൻ്റെ പല പെരുമാറ്റങ്ങളിലും ചില അതൃപ്തികളൊക്കെ സാഗറിന് തോന്നി തുടങ്ങി. അത് സാഗറിന് നിന്ന് കഴിഞ്ഞാൽ വഷളാകുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോയത് എന്ന് പറയുമ്പം കൃഷി ചോദിക്കുന്നു, അങ്കിളിന് എന്താ തോന്നുന്നത്? ജയമോഹൻ സാറ് എന്തോ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുന്നെന്ന എൻ്റെ മനസ്സ് പറയുന്നത്. പല കാര്യങ്ങളിലും അമിതമായി ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും കമ്പനിയുടെ ഓണറാണ് എൻ്റെ അച്ഛൻ, MD ഞാനും. പക്ഷേ അങ്കിളിന് വെറും ഒരു ഷെയർ ഹോൾഡർ മാത്രമാണ്. ചില കാര്യങ്ങൾ ഇടപെടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പോലും അങ്കിള് അമിതമായി ഇടപെടുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവ്ജി പറയുന്നു, എൻ്റെ മനസ്സിലും പല സംശയങ്ങളും ഇല്ലാതില്ല. ആ സമയത്ത് കൺമണിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ കൺമണി പറയുന്നു, ജയമോഹൻ സാറിൻ്റെ പല പെരുമാറ്റങ്ങളും ഓഫീസിലുള്ളവർക്ക് പോലും പേടിയായി തുടങ്ങി. കാരണം ആ സാറിന് എന്തൊക്കെയോ അധികാരങ്ങളുള്ളതുപോലെ എല്ലാവർക്കും തോന്നി തുടങ്ങി. എല്ലാവർക്കും എന്ന് പറയുന്നത് എനിക്കുൾപ്പെടെ. അതേസമയം എന്താ ഇവിടെ വലിയ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജയമോഹൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജയമോഹൻ പറയുന്നു, സാഗർ എന്തിയെ? സാഗർ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോയെന്നും എങ്കിൽ നാളെ കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നു, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ അങ്കിള് വന്നത്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതായത് വേൾഡ് കനേഡിയൻ ഗ്രൂപ്പിന് കൺമണി വരച്ച ആ ഡിസൈൻ അയച്ചു കൊടുക്കുന്നതിന് മുമ്പിട്ട് എന്തായാലും ഒരു മീറ്റിംഗ് കൂടി. ആ ജനറൽ ബോർഡ് മീറ്റിങ്ങിൽ എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ ആ ഡിസൈൻ അയച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം മീറ്റിങ്ങിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൃഷി ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ആ ഡിസൈൻ വേണ്ടെന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും അപ്പോൾ കൃഷി പറയുന്നു ദേവ്ജിയോട്,
അങ്കിള് പറഞ്ഞത് വാസ്തവമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങുന്നു. ജയമോഹൻ സാറ് എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതേസമയം മനസ്സിൻ്റെ താളം തെറ്റി സാഗറാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സുചിത്ര മനസ്സിലുള്ള ആ വേവലാതി പറയുന്നു. അതായത് ബലരാമനും മാനസയുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നാളെ തന്നെ നടത്തി കൊടുക്കണമെന്നും അതിന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണമെന്നൊക്കെ വന്ന് പറഞ്ഞ കാര്യം. ഇത്രയും ദിവസം അവനെ കാണാതായ വിഷമമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആ സന്തോഷം പോലും കെടുത്തിക്കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൻറ്റിയമ്മ ഓടി വന്ന് പറയുന്നുണ്ട്, മാനസ ഈ വീട്ടിലേക്ക് മരുമകളായി വരണമെന്നുള്ള യോഗം ഇപ്പോഴും കിടപ്പുണ്ട്. അവൻ നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അധികം താമസിക്കാതെ നാളെ തന്നെ നമുക്ക് ആ വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു, എന്തായാലും ഞാനിന്ന് ബലരാമനെ കണ്ട് സംസാരിക്കാമെന്നും ഈ കാര്യം പറഞ്ഞു തിരുത്താമെന്നൊക്കെ പറയുന്ന സമയത്ത് സുചിത്ര പറയുന്നു, ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആവുന്ന പറഞ്ഞു നോക്കി, എന്നിട്ടും അവനൊന്നും മനസ്സിലാവാത്ത രൂപമാണെന്നൊക്കെ പറയുമ്പം സാഗർ പറയുന്നു, സത്യം പറഞ്ഞാൽ ഓഫീസിലെ ടെൻഷൻ കാരണം വീട്ടിലേക്ക് വന്നതാ ഒരല്പം മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പം അത് തീരെ കിട്ടുന്നുമില്ല. വല്ല ഹോട്ടലിലും കാണാൻ റൂം എടുത്ത് അല്പ സമാധാനത്തിന് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യേണ്ടിയായിരുന്നു, ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ സുജിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നു. അവൾ പൊട്ടിക്കരഞ്ഞ് പോകുമ്പോഴത്തേക്കും മോനെ സാഗറെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പം ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മയും വിരട്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് സാഗറാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് റൂമിലേക്ക് പോകുന്നു. അതേസമയം ജയമോഹനാണെങ്കിൽ ഓഫീസിലെ കുറേ ഫയൽസൊക്കെ ഇരുന്ന് നോക്കുന്നു. അങ്ങോട്ടേക്ക് ദേവിജി വരുമ്പോൾ ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുന്നു, അല്ല ഞാൻ കുറേ ഫയൽസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു, അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായേ, കുറേ വർഷമായിട്ട് ഇവിടുത്തെ എല്ലാ ഡിസൈനും തയ്യാറാക്കുന്നത് കൺമണിയാണെന്ന്. എന്തിനാ അങ്ങനെ ഒരാളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത്, ഇവിടെ പല ഡിസൈനേഴ്സും ഇല്ലേ, പിന്നെയും കൺമണിയും കൊണ്ട് മാത്രം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും ആവർത്തന വിരസതയാകുമ്പോൾ ക്ലയൻസിന് ഇഷ്ടപ്പെടില്ലെന്ന് പറയുമ്പോൾ വേൾഡ് ഗ്രൂപ്പിൽ പോലും നമ്മുടെ കമ്പനി ശ്രദ്ധിക്കാൻ കാരണക്കാരി കൺമണിയാണെന്നും ആവർത്തന വിരസതയൊന്നും ആർക്കും ഉണ്ടാകില്ല, 10-40 വർഷമായിട്ടും സിനിമ ഫീൽഡിലും നാടകരംഗത്തുമൊക്കെ അഭിനയിക്കുന്ന ആ ആളുകളെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമല്ലേ, ആവർത്തന വിരസത വന്ന് ആളുകളുടെ ഇഷ്ടം കുറയുന്നൊന്നുമില്ലല്ലോ എന്ന് ദേവ്ജി പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്തായാലും ജയമോഹൻ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, കൺമണിയെ നിലയ്ക്ക് നിർത്തുക, കൺമണിക്ക് കൊടുത്ത എല്ലാ അധികാരങ്ങളും പിൻവലിച്ചുകൊണ്ട് മാനസയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൺമണിയും കൃഷിനെയും ദ്രോഹിക്കുക എന്നത് മാത്രമാണ്. അങ്ങോട്ടേക്ക് കൺമണിയും കൃഷിയും കയറി വരുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ജയമോഹൻ്റെ പ്രവൃത്തി ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ സാഗറും ജയമോഹനും ദേവ്ജിയും എല്ലാവരും പരസ്പരം തെറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.